പുരുഷന്മാർക്ക് പൊതുവെ ഉണ്ടാവുന്ന ഒരു പ്രയാസമാണ് പ്രോസ്റ്റേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബുദ്ധിമുട്ട്. അത് ഏജ് ആയിട്ടുള്ള 45-ന് മേലെയുള്ള പുരുഷന്മാരിലാണ് പൊതുവെ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി BPH കണ്ടുവരാറുള്ളത്. പ്രോസ്റ്റേറ്റ് ലൈംഗിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട്. ഡോക്ടർ എൻ്റെ പ്രോസ്റ്റേറ്റ് കൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് കണ്ടുവന്നതിന് ശേഷമാണ് ഡോക്ടർ എനിക്ക് ഈ പറഞ്ഞ ഉദാഹരണത്തിന് പ്രശ്നം ഉണ്ടാവാത്ത അവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ സ്ഖലനം സംഭവിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ സെക്സോട് താല്പര്യമില്ലാത്ത അവസ്ഥ എന്ന് പറയാറുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പ്രോസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അത് 3 പ്രധാനപ്പെട്ട സെക്ഷൽ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകാറുണ്ട്. അപ്പം ഇന്ന് നമുക്ക് വിശദമായിട്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹസിൻ. പിന്നെ പ്രോസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് സെക്സ് ബാധിക്കുന്നത് അതിൻ്റെ ഉദാഹരണത്തെയാണ്. അത് പ്രധാനമായിട്ടും 3 തരത്തിലാണ് അത് ബാധിക്കുന്നത്. കാരണം ഒന്ന്, പ്രഷർ കൊണ്ട്, പെൽവിക് പ്രഷർ കൊണ്ട് ഉദാഹരണം ലഭിക്കാത്തൊരവസ്ഥ വരും. പിന്നെ ഹോർമോണൽ ആക്ടിവിറ്റീസ് കൊണ്ട് അത് ഉദാഹരണം ലഭിക്കാത്തൊരവസ്ഥ വരും. രണ്ടാമത്തെ ഒരു കാരണമാണ് ഇജക്ഷൻ നടത്താത്തത്, അതായത് സ്ഖലനം നടക്കാത്തൊരവസ്ഥ. പ്രോസ്റ്റേറ്റിന് നമ്മളതിനുള്ളവർക്ക് എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് സ്ഖലനം നടക്കാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബ്ലോക്കേജ് കാരണം അത് പ്രധാനപ്പെട്ട കാരണമാണ്. സ്ഖലനം നടക്കാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥ. പിന്നെ ചില മെഡിസിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം എന്ത് ചെയ്യും, പ്രോസ്റ്റേറ്റിൻ്റെ സ്ഖലനം സംഭവിക്കാത്തൊരവസ്ഥ വരും. അതുപോലെ സ്ഖലനം സംഭവിക്കുന്ന പകരം ബാക്കിലേക്ക് അത് പോവുകയും ചെയ്യാം. മൂന്നാമത്തുള്ള പ്രശ്നമാണത് സൈക്കോളജിക്കലുള്ള ഫാക്ടേഴ്സ്. ഏറ്റവും പ്രധാനമാണ് സ്ട്രെസ്സ്. കാരണം എന്ത് ചെയ്യും, ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എന്നെ കൊണ്ടത് പറ്റൂലേ എന്നുള്ളൊരു ടെൻഷനോട് കൂടിയിട്ട് സെക്സോട് തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥ വരും. പിന്നീട് ഉണ്ടാകുന്നതാണ് ടയർഡ്നെസ്. കാരണം എന്താണ്, രാത്രി കാലങ്ങളിൽ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 2-3 പ്രാവശ്യം എഴുന്നേറ്റിട്ട് മൂത്രമൊഴിക്കേണ്ടി വരും. അത് നോർമൽ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യും. ഇതെന്ത് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി പ്രോസ്റ്റേറ്റിൻ്റെ BPHൻ്റെ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹോർമോണൽ ഇംബാലൻസിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുകയും ഈസ്ട്രോജൻ്റെ അളവ് അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് വർധനവിന് കാരണമാകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതാണത് പിന്നെ ഏജിങ് ഫാക്ടർ. ഏജിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നോർമൽ ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് സെൽസിൻ്റെ ഡെത്ത് ഉണ്ട്, അതും അതുപോലെ തന്നെ പുതിയ സെൽസിൻ്റെ ഗ്രോത്തും തമ്മിലുള്ള ബാലൻസിങ് ഇല്ലാത്തൊരവസ്ഥ. കാരണം ഡെത്ത് സംഭവിക്കാതെ വരികയും പുതിയ ഗ്രോത്ത് കൂടുതൽ വരികയും ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്. ശരീരത്തിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ക്രോണിക് പ്രോസ്റ്റേറ്റിൻ്റെ കാരണം. പിന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. കാരണം എന്താണ്, നമ്മുടെ ഇന്നത്തെ സഡൻഡറി ലൈഫ് സ്റ്റൈൽ, കൂടുതൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം റെഡ് മീറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുക, അത് ഈ പറയുന്ന BPHന് കൂടുതലായിട്ട് കാരണമാണ്. പ്രോസ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്ക് അത് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടാകുന്ന നമ്മുടെ സഡൻഡറി ലൈഫ് സ്റ്റൈൽ, കൂടുതൽ ലോങ് ടൈം സിറ്റിങ് ഇതിൻ്റെ പ്രഷർ, പെൽവിക് പ്രഷർ കൂട്ടുകയും അത് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സൈൻ ആൻഡ് സിംറ്റംസ്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുണ്ടാകുന്ന മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്, യൂറിനേഷനും പോകാനുള്ള ടെൻഡൻസി. മൂത്രമൊഴിക്കുമ്പോഴുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് പറയാറുണ്ട്. ഡോക്ടർ രാവിലെ ചില പേഷ്യൻസ് അറിയാത്ത, പ്രോസ്റ്റേറ്റ് ആണെന്ന് അറിയാത്ത പേഷ്യൻസിനോട് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അവർ പറയാം, ഡോക്ടർ രാവിലെ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ശക്തി ഇല്ലാത്ത ഒരു ഫ്ലോ ഉണ്ടാവും, പിന്നീട് മാത്രമേ എനിക്ക് ഒരു ബലം കിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആ ഒരു വീക്ക്നെസ്, എൻലാർജ്മെൻറ്റ് കാരണം കംപ്ലീറ്റ് യൂറിനേഷൻ സംഭവിക്കാത്തൊരവസ്ഥ വരും. കാരണം എന്താണ്, പേഷ്യൻസിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏത് സമയത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അവർക്ക്. കംപ്ലീറ്റ് ചെയ്തിപ്പം ഒതു കൊടുക്കേണ്ട മുസ്ലിംസ് ആയിട്ടുള്ള പേഷ്യൻസാണ്, അവർക്ക് മനസ്സിലാവും യൂറിൻ കംപ്ലീറ്റ് പാസ്സാകാത്ത അവസ്ഥ വരും. അപ്പോൾ അവരെന്ത് ചെയ്യും, ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിന് കാരണം എന്താണ്, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ യൂറിൻ കംപ്ലീറ്റ് പാസ്സാകാതെ അവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കും. കുറേ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് വരുന്നല്ലാതെ എന്നാലും അവിടെ ഒരു ബാലൻസിങ് ആയിട്ട് കിടക്കും. അവർക്ക് ഫീൽ ആവും, പക്ഷെ എത്ര പ്രഷർ ചെയ്ത് കഴിഞ്ഞാലും പുറത്ത് വരാത്തൊരവസ്ഥ. ഇതാണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ യൂറിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നേരത്തെ ആ യൂറിൻ എത്തുന്നൊരു പ്രഷറും ഉണ്ട്, എന്ത് ചെയ്യും, പ്രോസ്റ്റേറ്റ് നേരത്തെ ബ്ലോക്കായി കിടക്കുന്ന യൂറിൻ പെട്ടെന്ന് തന്നെ പാസ് ചെയ്ത് പോകും. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ കിട്ടില്ല. യൂറിൻ ശരിക്കും പെന്നീസ് നമ്മൾ സ്ട്രോങ് ആയിട്ട് നോർമലായിട്ട് എന്ത് ചെയ്യും, അത് പോകുന്നതായിരിക്കും. പക്ഷെ അത് വളരെ കൺട്രോൾലെസ് ആയിട്ട് ഫോഴ്സ് കുറവായിട്ടാണ് അത് പോകാറ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം റിക്കറൻ്റ് ആയിട്ട് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി. രാത്രി ഇപ്പം ഡയബറ്റിക് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് നോർമൽ ആണെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങൾ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ അത് BPHൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. പ്രോസ്റ്റേറ്റിൻ്റെ ചില പേഷ്യൻസ് പറയുന്ന ബുദ്ധിമുട്ടാണ്, ഡോക്ടർ സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ടാവാറെന്ന് പറയും.
അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ വേദനയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ആ പെൽവിക് ഏരിയയിൽ നാവിയുടെ ഭാഗങ്ങളിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ പിഴിഞ്ഞ് തോർത്തുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ പ്രഷർ ചൂടാക്കിയിട്ടുള്ള തോർത്ത്, അയൺ ബോക്സിന് മുകളിൽ വെച്ചിട്ടുള്ള തോർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക, പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചെറുതായിട്ടുള്ള ലൈറ്റ് ചൂടിൽ ഒലിവ് ഓയിൽ ചെറുതായിട്ട് മസാജ് ചെയ്യുന്നതും ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കും. അത് നേരത്തെ പറഞ്ഞ വേദന കുറക്കാൻ വളരെയധികം ഹെൽപ്പാക്കും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പിന്നെ ചൂടുവെള്ളത്തിൽ ചെറിയൊരു ബേസിന് ചൂടുവെള്ളം വെച്ചിട്ട് ദിവസത്തിൽ 2 പ്രാവശ്യം ഒരിളം ചൂടുവെള്ളത്തിൽ 10 മുതൽ 15 മിനിറ്റ് ചെറിയൊരു നുള്ളു ഉപ്പിടുകയാണെങ്കിൽ അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്. ഇളം ഉപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ 2 നേരം ഒരു 10 മുതൽ 15 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നല്ല റിലീഫ് കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ ഒലീവ് ഓയിൽ വെച്ചിട്ട് ചെറിയ ഇളം ചൂടിൽ മസാജ് ചെയ്യണം. അതിൻ്റെ എഫക്റ്റ് ഡബിളായിട്ടും കണ്ടുവരാറുണ്ട്. ഇനി പ്രോസ്റ്റേറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ആണ്. അതായത് വളരെ സ്പീഡിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ വളരെ സ്പീഡിലായിട്ടും നല്ല കൈയും വീശി നടക്കുക എന്നുള്ള രൂപത്തിൽ നടക്കുകയാണെങ്കിൽ അത് പെൽവിക് പ്രഷർ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ സർക്കുലേഷൻ ബോഡിയിൽ കൂട്ടുകയും ചെയ്തു വരാറുണ്ട്. അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ആയിട്ട് ബോഡിയുടെ എല്ലാ ഭാഗത്തും സർക്കുലേഷൻ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ കുറക്കുന്നതും അത് പ്രോസ്റ്റേറ്റിൻ്റെ റിലീഫിനും വളരെയധികം എഫക്റ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട്. രണ്ടാമതൊരു കാര്യമാണ് നമുക്ക് പിന്നെ പെൽവിക് എക്സസൈസ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള സാധനമാണ് പംകിൻ സീഡ് ടീ. ഒരു ഗ്ലാസ് പംകിൻ സീഡ്, അതായത് 1 ടീസ്പൂണ് പംകിൻ സീഡ് ചൂടാക്കിക്കൊണ്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം അത് കുറുകി 1 ഗ്ലാസ് കുടിക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ്. കാരണം എന്താണെന്ന് ഇതിൽ പംകിൻ കണ്ടിരുന്ന സിങ്ക് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻ്റ് എഫക്റ്റ് കൊണ്ട് ഇതിൻ്റെ സ്വെല്ലിങ് കുറയ്ക്കുകയും ആ ഇൻഫ്ലമേഷൻ വളരെയധികം കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ബാർലിയുടെ വെള്ളം വളരെയധികം കുടിക്കുന്നത് മസിൽസ് നേരത്തെ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റും യൂറിൻ വളരെ സ്മൂത്തായിട്ട് പോകുന്നതിനും സഹായിക്കും. ഇത് രണ്ടും നമ്മൾ ഡയറ്റിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം നോർമൽ അല്ലാത്ത ഡയറ്റിൻ്റെ ഭക്ഷണ ക്രമീകരണം വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണിത്. പിന്നീട് നമ്മൾ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സിലുള്ള അത്തിപ്പഴം വളരെ എഫക്റ്റീവാണ്. ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റിൻ്റെ തടിപ്പിന് അത്തിപ്പഴം കഴിക്കുന്നത് അതിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ തടിപ്പ് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് ചില പേഷ്യൻസിൽ കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റെഡ് മീറ്റ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അത് നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ബാർലി, പിന്നെ ആൻറ്റിസോഡ് റിച്ച് ആയിട്ടുള്ള ഗാർലിക്, ഉലുവയുടെ വെള്ളം ദിവസവും ഇനി പ്രോസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ പെൽവിക് എക്സസൈസും അതുപോലെ തന്നെ ബ്രിസ്ക് വാഷ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ യൂറിൻ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ യൂറിനിലുള്ള ഈ പെയിനും തുടർച്ചയായിട്ടുണ്ടാകുന്ന പനി, അതുപോലെ ബ്ലഡ്, ഇവ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ വളരെ സ്മൂത്ത് ആയിക്കൊണ്ടുള്ള ഡ്രസ്സുകൾ, അടിവസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യൂറിൻ യാതൊരു കാരണവശാലും ബ്ലോക്ക് ആവാതെ കൃത്യമായ ഇടവേളയിൽ യൂറിനേഷൻ നടത്താൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ ആ പെൽവിക് മസാജും അതുപോലെ സിറ്റ് ബാത്തും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പോലും ചില കേസിൽ ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ സർജറി ചെയ്തിരുന്നു പക്ഷേ വീണ്ടും അതേ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ എൻലാർജ്മെൻ്റ് ആണ് അതിൻ്റെ കാരണം. അതിൻ്റെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ വീണ്ടും അതേ അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചു വരും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ലോങ് സ്റ്റാൻഡിംഗ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഓരോ ഹാഫ് ആൻ അവറിന് ശേഷം ചെറിയ ബ്രേക്ക് കൊടുത്തുകൊണ്ട് അത് നിങ്ങളുടെ പെൽവിക് പ്രഷർ കുറക്കാൻ സഹായിക്കും. ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിയുടെ വീക്കവും അതോടനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.